ഗായ്സ്, ഒരുപാട് നാളായി സുഹൃത്തുക്കളെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കേണ്ട ഒരു എഡിറ്റിംഗ് ഒക്കെ ഞാൻ മറന്നു. ആക്ച്വലി ഞാൻ വീഡിയോ എടുത്തിട്ട് കുറേ നാളായിട്ടോ, അറൗണ്ട് ഒരു മാസത്തിന് അടുത്തായി ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടില്ല. ലാസ്റ്റ് ഇട്ടത് എൻഗേജ്മെൻറ്റ് വ്ളോഗായിരുന്നു. അത് ഒരു മാസം മുമ്പാണ്. ഒക്ടോബറിൽ എങ്ങാണ്ടായിരുന്നു എൻഗേജ്മെൻറ്റ്. അപ്പോൾ ഒരു മാസമായി വീഡിയോ എടുത്തിട്ട്. അതും നമ്മൾ വീഡിയോ എടുത്ത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എക്കോ മൂവി നമ്മളെല്ലാവരും കണ്ടു കാണും. ഞങ്ങളെല്ലാവരും കണ്ടു. നിങ്ങൾ കണ്ടോ? കമൻറ്റ് ചെയ്യാട്ടോ. അപ്പോൾ നമ്മുടെ എക്കോ മൂവിയുടെ ഒരു ചെറിയ റിവ്യൂ ആണ് സുഹൃത്തുക്കളെ. ഞാൻ ആക്ച്വലി ഇത് ലോങ് വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചാണ്. ബട്ട് ഇപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ട സമയത്ത് അധികം ആൾക്കാരൊന്നും കണ്ടില്ല വീഡിയോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മേ ബി കുറച്ച് ആൾക്കാരും കാണും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. പിന്നെ പറയാനായിട്ട് ഒരുപാടുണ്ട് ആ മൂവിയിൽ. ഓക്കെ, അപ്പോൾ ഞാനതൊരു സ്പോയിലറൊന്നും അല്ല. ഇതിപ്പോൾ ഈ പടം ഇറങ്ങിയിട്ട് അറൗണ്ട് ഒരു മാസം ആവാറായെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാനിന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന പലർക്കും തോന്നും ചിലപ്പോൾ ഞാൻ അതൊരു സ്പോയിലറാക്കി ഇട്ടു എന്ന്. ബട്ട് അങ്ങനെയൊന്നുമല്ല, എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയാം, അത്രേ ഉള്ളൂ. ഈ ഒരു മൂവി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അനിമൽ ബേസ്ഡ് പടമാണ്. അതായത് മൃഗങ്ങളുടെ ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പോൾ പലവരുടെയും വീട്ടിൽ മൃഗങ്ങളെ നമ്മൾ വളർത്തുന്നുണ്ട്. ഓക്കെ, അപ്പം അവർക്കറിയാം ഈ ഒരു മൂവി റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് അവർ പറയുന്നത് അനുസരിക്കുന്ന കുറച്ച് മൃഗങ്ങൾ, അല്ലെങ്കിൽ അത് ഈ മൂവിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വളർത്തുന്ന മൃഗങ്ങളല്ല. ബട്ട് എന്നാലും ഈ ഒരു മൂവി റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ മൂവിയിൽ പണിയെടുത്തിരിക്കുന്ന എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു മൂവി ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മൂവിയിൽ നമ്മളിപ്പോൾ വേറെ സിനിമകൾ പോലെ അധികം ഫൈറ്റ്സോ കാര്യങ്ങളൊന്നുമില്ല. ഒരു സിമ്പിൾ മൂവിയാണ്. ബട്ട് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടും. എനിക്ക് ഈ മൂവി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആക്ച്വലി എനിക്ക് കഥ മനസ്സിലായില്ല. ഓക്കെ, ഞാൻ വീടെത്തി കഴിഞ്ഞിട്ട് എനിക്ക് അമ്മ പറഞ്ഞു തന്നപ്പോൾ എനിക്കൊരു ഓവറോൾ സ്റ്റോറി മനസ്സിലായത്. ഇത് അധികം ആൾക്കാർക്ക് ക്ലിക്കാവില്ല. അതായത് നമുക്ക് ഈ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡയറക്റ്റ്ലി നമ്മളെ സ്റ്റോറി പറയിപ്പിക്കുന്ന ഒരു കഥയാണ്. ഈ മൂവിയുടെ പേരിൽ ഈ കഥയ്ക്ക് ബന്ധമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പടം പോയി കണ്ടിട്ട് നിങ്ങൾ ഈ പേര് റിലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ അല്ല, നിങ്ങൾ എക്കോന്ന് റിലേറ്റ് ചെയ്യുമ്പോൾ മേ ബി നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞങ്ങൾ ആക്ച്വലി ഒന്നും അറിയാതാണ് ഈ ഒരു പടത്തിന് പോയി. ഞങ്ങൾ റിവ്യൂകൾ നോക്കില്ല സാർ. ഞങ്ങളിങ്ങനെ പോകുമ്പോൾ റിവ്യൂ ഒക്കെ നോക്കാറുള്ളതാണ്. ബട്ട് ഈ പ്രാവശ്യം നമ്മൾ റിവ്യൂ ഒന്നും നോക്കില്ല. ജസ്റ്റ് ഇങ്ങനെ പോയി ജസ്റ്റ് ഇങ്ങനെ പ്ലാൻ ചെയ്തു. ഒരുപാട് നാളെ മൂവിക്ക് പോയിട്ട് നമ്മൾ ലാസ്റ്റ് കണ്ട പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈസൺ ആയിരുന്നു. അതിനുശേഷം നമ്മൾ പടത്തിനൊന്നും പോയിട്ടില്ല. ഓക്കെ, അത് എനിക്ക് എക്സാം, തിരക്ക്, ട്യൂഷൻ അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ആയതുകൊണ്ട് പോയിട്ടില്ല. അപ്പോൾ ഇപ്പം ഈ ഇടയ്ക്ക് നമ്മൾ ഒരാഴ്ചക്ക് മുമ്പ് നമ്മൾ പോകാൻ നിന്നതാണ്. ബട്ട് നമുക്ക് കുറച്ച് ഷൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫോട്ടോഷൂട്ടും അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് കല്യാണങ്ങൾ. നാളെ ഒരു കല്യാണമുണ്ട്, നാളെ പുലർച്ചെ ഒരു കല്യാണമുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വ്ളോഗ് വരുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ബിസി ആയിരുന്നു. അപ്പോൾ നമുക്ക് മൂവിക്കൊന്നും പോകാനായിട്ട് പറ്റിയില്ല. ഇപ്പോൾ പോയത് ഒരു അടിപൊളി പടത്തിന് തന്നെയാണ് നമ്മൾ പോയത്. അപ്പോൾ ഒരു അടിപൊളി പടമാണ് സുഹൃത്തുക്കളെ. 10ൽ ഞാൻ 9 റേറ്റിംഗ് കൊടുക്കും. അടിപൊളി പടമാണ് സുഹൃത്തുക്കളെ. പിന്നെ ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നതുകൊണ്ട് തന്നെയുള്ള ഒരു റേറ്റിംഗ് ഞാൻ കുറച്ചു. കാരണം എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. ഇപ്പം ഞങ്ങൾ മൂവിക്ക് പോയ സമയത്താണെങ്കിൽ പുറകിൽ കുറച്ച് കുട്ടികൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ഈ പടം ഒന്നും മനസ്സിലായില്ല. മറ്റേ ടൂറിന് പോയിട്ട് വന്ന പിള്ളേരായിരുന്നു. അവർക്കൊന്നും മനസ്സിലാവില്ല. അവരിങ്ങനെ വെറുതെ ഇരുന്നിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. എന്തായാലും ഓവറോൾ ഒരു അടിപൊളി പടമായിരുന്നു. അപ്പം നിങ്ങളും പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കളെ. ഓക്കെ ഗൈസ്, അപ്പം അത്രേ ഉള്ളൂ. അപ്പം നാളെ നമ്മുടെ കല്യാണ വ്ളോഗിൽ കാണാം. ഓക്കെ ഗൈസ്, ബൈ. Love you guys and do subscribe and like. Bye bye.